ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മിനീസ് ട്യൂട്ടോറിയൽസ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡാണ്. എന്താണ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്? അതുപോലെ തന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു നെക്സ്റ്റ് വേർഡാണ് പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ്. അപ്പോൾ പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കമ്പൽസറി ആയിട്ട് അറിയേണ്ട ഒരു കാര്യമാണ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്. എന്താണ് പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ്? നമ്മളിപ്പോൾ ഇഫ് എ ലോൺ ഈസ് ടേക്കൺ ഫോർ എ കൺസ്ട്രക്ഷൻ ഓഫ് ദ ഹൗസ് പ്രോപ്പർട്ടി and interest on such a loan is paid before the completion of the house property, interest for the period prior to the previous year of such a completion is known as pre-construction interest. Then endana pre-construction period? Pre-construction period starts from the date of the loan edukkunnu thodangി date of the loan taken up to the end of the financial year just preceding the year in which the construction of the house property has been completed or date of loan whichever is earlier. അപ്പോൾ രണ്ട് ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ലോൺ ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓർ ഡേറ്റ് ഓഫ് ലോൺ whichever is earlier. ഏതാണോ അവിടെ നമുക്കൊരു കമ്പാരിസൺ നടത്തണം. അപ്പോൾ എന്താണ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്? ബികോം സ്റ്റുഡൻസിന് 2 മാർക്സിനൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വട്ട് യു മീൻ ബൈ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്? അപ്പോൾ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് സ്റ്റാർട്ട്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ലോൺ taken up to the end of the financial year just preceding the year in which the construction of the house property has been completed or date of loan whichever is earlier. ഇവിടെ നമ്മൾക്ക് 2-3 കേസസ് തന്നിട്ടുണ്ട്. ഇതിലെങ്ങനെയാണ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യണതെന്ന് നമുക്ക് നോക്കാം. ദറ്റ് ഈസ് കാൽക്കുലേഷൻ ഓഫ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്. പ്രീ കൺസ്ട്രക്ഷൻ ഇതിലെ ഫസ്റ്റ് കേസ് 1st March 2020. Date of loan is 1st March 2020. Date of completion of the construction of the house property എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 31st March 2022 ആണ്. അപ്പോൾ ഇതിന് തൊട്ട് മുൻപുള്ള ഫിനാൻഷ്യൽ ഇയർ ആണ് നമ്മൾ എന്തെടുക്കേണ്ടത്? ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ആയിട്ട് എടുക്കേണ്ടത്, കൺസിഡർ ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്താണ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്? 1st March 2022, 1st March 2022, 31st March 2021. This is the pre-construction period. Then next one, 31st January 2021. That is the date of loan and the date of completion is 1st April 2023. But in this case, the pre-construction period is 31st January. 31st January 2021 to 31st March 2023. The next one, 15th November 2021. About 15th November is the date of loan. About 15th November 2021 to ഡേറ്റ് ഓഫ് കംപ്ലീഷൻ 1st നവംബറിന് മുൻപേയുള്ള ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ എന്ത് വരും? 15th November 2021 to 31st March 2024. ഇങ്ങനെയാണ് നമ്മൾ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം? കമ്പൽസറി ആയിട്ട് അറിയേണ്ട ഒരു ഫിഗറാണ് ഇത് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്. നമുക്കൊരു പ്രോബ്ലത്തിലോട്ട് പോകാം. എങ്ങനെയാണ് പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡും കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാനായിട്ട്. ഇതാണ് പ്രോബ്ലം. എക്സ് ടേക്സ് എ ലോൺ ഓഫ് ₹45,000 at the rate of 15% per annum for constructing a house on 1st June 2019. അപ്പോൾ ഡേറ്റ് ഓഫ് ലോൺ ഈസ് ഗിവൺ. അപ്പോൾ എത്രയാണ് ഡേറ്റ് ഓഫ് ലോൺ? 1st June 2019.
അപ്പോൾ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് ഡേറ്റ് ഓഫ് ദ ലോൺ ആണ്. അപ്പോൾ അതറിയാം. ഇനി കൺസ്ട്രക്ഷൻ ഓഫ് ദ ഹൗസ് കംപ്ലീറ്റഡ് ഓൺ 20th January 2025. അപ്പോൾ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഏതായിരിക്കും വരിക? 1st June 2019 to 31st March 2024. എന്നാൽ ഡേറ്റ് ഓഫ് ലോൺ റീപേയ്മെൻറ്റ് ഈസ് 30th August 2022 ആണ്. അപ്പോൾ ഇവിടെ ഡേറ്റ് ഓഫ് റീപേയ്മെൻറ്റ് ഓഫ് ലോൺ ഈസ് ഗിവൺ, വിച്ച് എവർ ഈസ് ഏർലിയർ ആണ്. അപ്പോൾ ഇവിടെ ഏതാണ് എടുക്കേണ്ടത്? ഡേറ്റ് ഓഫ് ലോൺ ആണ്, റീപേയ്മെൻറ്റ് ഓഫ് ലോൺ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വാട്ട് ഈസ് ദ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഈസ് pre-construction period is എന്തിനാണ്? 1st June 2019 to 30th August 2000 September 2022. ഇതാണ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്. 1st June 2019 to 30th September 2022. ഇവിടെ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഡേറ്റ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി ഹാസ് ബീൻ കംപ്ലീറ്റഡ് ഓർ ഡേറ്റ് ഓഫ് റീപേയ്മെൻറ്റ് ഓഫ് ലോൺ വിച്ച് എവർ ഈസ് ഏർലിയർ. ഇവിടെ ഡേറ്റ് ഓഫ് റീപേയ്മെൻറ്റ് ഓഫ് ലോൺ ആണ് ഏർലിയർ ആയതുകൊണ്ട് ആ ഫിഗർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് നമുക്ക് കിട്ടി. ഇനി ഇത് എത്ര മന്ത്സ് ആണ് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 1st June 2019 to 31st March 2020. That is 10 months. Then 1st April 2020 to 31st March 2021. That is 12 months. Then next 1st April 2021 to 31st March 2022. That is 12 months. The next one, 1st April 2022 to എന്താണ് 30th September 2022. That is 6 months. അങ്ങനെ ടോട്ടൽ എത്ര മന്ത്സ് ആണ് വരുന്നത്? 40 months. ഈ 40 മന്ത്സിനാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 45,000 at the rate of 15% for 40 months. അപ്പോൾ പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് ഈസ് pre-construction interest is 45,000. The amount of loan is 45,000. 45,000 into rate 15/100. 15/100 into number of period, number of months 40 divided by 12. That is 22,500. 22,500. This is the pre-construction interest. Pre-construction interest calculate ചെയ്യുന്നതിന് മുൻപ് pre-construction period നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. Pre-construction period നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ രണ്ട് ഫിഗർ ആണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഡേറ്റ് ഓഫ് ലോണും തന്നിട്ടുണ്ട്, ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് ദ ഹൗസ് തന്നിട്ടുണ്ട്.
അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് റീപേയ്മെൻറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ് ഓഫ് കംപ്ലീഷനും ഡേറ്റ് ഓഫ് റീപേയ്മെൻറ്റും ലോണും അതാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. വിച്ച് എവർ ഈസ് ലെസ്, വിച്ച് എവർ ഈസ് ഏർലിയർ, അതാണ് നമ്മൾ എന്നിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ എമൗണ്ട്, ഈ 22,500 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടാണ് നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലെ ഡിഡക്ഷൻ കാണിക്കുന്നത്. ഈ പ്രോബ്ലം ചെയ്ത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എൻ്റെ വീഡിയോസ് കാണുന്ന ഓരോ സ്റ്റുഡൻസും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.